നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. ദൈവത്തിൻ്റെ മണവാട്ടി എന്ന ചെറുകഥയുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നത്. നേരെ കഥയിലേക്ക് പോകാം. 10ാം ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് കന്യാസ്ത്രീ മഠത്തിൽ പോകുമ്പോൾ എൻ്റെ ധാരണ ഒരു വീട്ടിലെ 2 പെൺകുട്ടികളെ മഠത്തിൽ വിടുന്ന ഏക കുടുംബം ഞങ്ങൾ മാത്രമായിരിക്കും എന്നാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ആ മഠത്തിൽ 2 സഹോദരിമാർ കൂടെ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലായത്. പതിയെ മറ്റുള്ളവരുമായി സൗഹൃദം സ്ഥാപിച്ചപ്പോഴാണ് കൂടുതൽ പുതിയ അറിവുകൾ എനിക്ക് കിട്ടിയത്. പെൺമക്കളെ മഠത്തിൽ അയക്കുന്നത് ഭക്തി കൂടുതൽ കൊണ്ടല്ല, മറിച്ച് അവരെ കെട്ടിച്ചു വിട്ട് ഉള്ള കാശ് കളയാതിരിക്കാൻ പലപ്പോഴും വീട്ടുകാർ കാണിക്കുന്നൊരു തന്ത്രമായിരുന്നു അതെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ ചെന്നപ്പോൾ തന്നെ എൻ്റെ ചേച്ചിയെ അമ്മമാർ മറ്റൊരു മഠത്തിലാക്കി. ഒറ്റയ്ക്ക് മഠത്തിലുള്ള ജീവിതം എനിക്ക് വളരെ ദുസ്സഹമായി തോന്നി. പതിയെ അവിടെയുള്ള ഇരട്ട സഹോദരികളിൽ ഒരാളുമായി ഞാൻ കൂടുതൽ അടുത്തു. അവിടെ നടക്കുന്ന അരാജകത്വവും പ്രയാസങ്ങളും ഒക്കെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുമായിരുന്നു. ഇത് കണ്ടുപിടിച്ച മദർ, നിങ്ങളുടെ സംസാരം ഞാൻ നിർത്തിക്കാമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളെ കുറച്ച് അകലെയുള്ളൊരു മിണ്ടാമഠത്തിൽ കൊണ്ടുചെന്നാക്കി. അവിടെ ഒരുതരം ശ്വാസം മുട്ടൽ അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നുറപ്പിച്ചു, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അങ്ങനെ അവിടെ നിന്ന് മഠത്തിൻ്റെ ആശുപത്രിയിൽ പോകും വഴി ഞങ്ങൾ 2 പേരും അവരവരുടെ വീടുകളിലേക്ക് കടന്നു കളഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ അവിടെ ആകെ പ്രശ്നമായി. ചാച്ചനും അമ്മച്ചിയും നാണക്കേട് സഹിക്കാൻ വയ്യാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. പള്ളിക്കാരും വീട്ടുകാരും കുറ്റം പറഞ്ഞു. പക്ഷേ ഞാൻ കടുംപിടുത്തം കാണിച്ചു. മഠം ഉപേക്ഷിച്ചു പോന്നപ്പോൾ എന്നെ വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ ശാരീരികമായും മാനസികമായും ദ്രോഹിച്ചു. ഒടുവിൽ വിവരമറിഞ്ഞ് അമ്മച്ചിയുടെ ഇളയ സഹോദരൻ വന്നു. ദീപയെ ഞാൻ മലബാറിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കോളാം, അവിടെ ആകുമ്പോൾ ആരും അറിയില്ലല്ലോ എന്ന് അമ്മച്ചിയോട് പറഞ്ഞു. അങ്ങനെ ഞാൻ മലബാറിലെത്തി. അവിടെ നിന്ന് ആൻറ്റിയെ വീട്ടിൽ പണികളിലൊക്കെ സഹായിച്ചുകൊണ്ട് ഞാൻ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി. കുറേ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ കൂട്ടുകാരി സിസ്റ്റർ സെലിൻ്റെ വിവരങ്ങൾ ഞാൻ അറിഞ്ഞത്. അവിടുന്ന് പോന്നെങ്കിലും സിസ്റ്ററിന് അധികം ദിവസം വീട്ടിൽ തുടരാനായില്ല. വീട്ടുകാരുടെ ദുരഭിമാനം സംരക്ഷിക്കാൻ നാട്ടുകാർ അറിയാതെ തന്നെ അവർ സിസ്റ്ററെ കൊണ്ട് ഫോർട്ട് കൊച്ചിയിലെ ഒരു മിണ്ടാൻ പറ്റുന്ന മഠത്തിൽ കൊണ്ട് വിട്ടു. മഠം വിട്ടു പോന്നിട്ടും ആങ്ങളെ വീട്ടിൽ അവളെ കയറ്റാതിരുന്നതിനാൽ രാത്രി ഒറ്റയ്ക്ക് ബസ് സ്റ്റാൻഡിൽ പോലും കഴിയേണ്ടി വന്ന കഥയും പിന്നീടറിഞ്ഞു. ഇതിൻ്റെ എല്ലാം പിന്നിൽ സാമ്പത്തിക താല്പര്യങ്ങളാണ് എന്ന് അടിവരയിട്ട് ഞാൻ മനസ്സിലാക്കി. ഇത്തരം വീട്ടുകാരും ആങ്ങളമാരുമൊക്കെയാണ് പൊതുസമൂഹം തിരിച്ചറിയേണ്ടത്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. എല്ലാ കോൺഗ്രിഗേഷനുകളിലും താല്പര്യമില്ലെങ്കിൽ കന്യാസ്ത്രീകളെ ഉടുപ്പൂരി കളഞ്ഞിട്ട് തിരികെ പോരാൻ സമ്മതിക്കാറുണ്ട്. പക്ഷേ അവരവരുടെ വീട്ടിലാണ് പ്രശ്നങ്ങൾ. മഠത്തിൽ സ്വന്തം മകൾ അല്ലെങ്കിൽ സഹോദരി അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ വീട്ടുകാർക്ക് ദൈവഹിതമായി മാറുന്നു. മറുത്തെന്തെങ്കിലും ചോദ്യം ചെയ്താൽ അതിൻ്റെ പേരിൽ സഭ ഒറ്റപ്പെടുത്തി അവർ ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണെന്നറിഞ്ഞാലും അതും ദൈവഹിതം. വിശ്വാസികളോ നാട്ടുകാരോ ഒന്നുമല്ല കന്യാസ്ത്രീമാർ മഠങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ. അവരുടെ വീട്ടുകാരും ബന്ധുക്കളും മാത്രമാണ്. ഇതാണ് സത്യം. വളരെ കഷ്ടപ്പെട്ട് ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ് ഞാൻ 2 വർഷത്തെ പോസ്റ്റ് BSc നഴ്സിംഗ് കോഴ്സ് എടുത്തു. അങ്ങനെ BSc നഴ്സിംഗ് നേടി. ചെന്നൈയിൽ പോയി വീണ്ടും 2 വർഷത്തെ കോഴ്സ് കൂടി എടുത്തിട്ട് MSc നഴ്സിംഗും കഴിച്ചു. അവിടെ നിന്ന് IELTS എഴുതി ഞാൻ കാനഡയിൽ എത്തിപ്പെട്ടു. ആദ്യം ജോലി ചെയ്തിരുന്ന സണ്ണിബ്രൂക്ക് ഹെൽത്ത് ആൻഡ് സയൻസ് സെൻറ്ററിൽ ഒരു പാലിയേറ്റീവ് ഫിസിഷ്യനാണ് ഡോക്ടർ ഡാനിയേൽ. ആശുപത്രിയിലെ നീണ്ട രാത്രികളിലെ ഷിഫ്റ്റിനിടയിലാണ് ഞങ്ങളുടെ സൗഹൃദം തുടങ്ങിയത്. മരണത്തിൻ്റെ അരികിൽ നിൽക്കുന്ന ആളുകൾക്കിടയിൽ നിന്നാണ് ഞങ്ങളുടെ പ്രണയം വളർന്നത്. ഡോക്ടർ ഡാനിയേൽ ഒരിക്കൽ ദീപയോട് പറഞ്ഞു, ഹോസ്പിറ്റൽ വാൾസ് ആർ ടു കോൾഡ്. പീപ്പിൾ ഷുഡ് ലീവ് ദിസ് വേൾഡ് ലൈക്ക് ദേ ലീവ്ഡ് ഇൻ ഹോം വിത്ത് വാംത്ത്. അങ്ങനെ ടൊറൻറ്റോ നഗരത്തിൻ്റെ ഉൾപ്രദേശത്ത് ചെറിയൊരു വീട് പോലെയുള്ള ഹോം പീസ് ഞങ്ങൾ തുടങ്ങി. അതിൻ്റെ പേര് ഗ്രേസ് ഹെവൻ എന്നാണ്. അവിടെ ഒരൊറ്റ നിയമമേ ഉള്ളൂ, നോ വൺ ഡൈസ് എലോൺ. ഗ്രേസ് ഹെവനിൽ കയറി ചെല്ലുന്ന മുറിയിലെ ചുവരിൽ പ്രത്യേക രീതിയിൽ പ്രകാശം പരത്തുന്ന ഒരു ചെറിയ വിളക്കുണ്ട്. അവിടെയുള്ള അന്തേവാസികൾ ആരെങ്കിലും വിട പറഞ്ഞാൽ മറ്റ് ലൈറ്റുകൾ അണഞ്ഞും ആ വിളക്ക് മാത്രം ഒരാഴ്ച രാത്രി മുഴുവൻ കത്തിയും കിടക്കും. ഒരിക്കൽ അവർ അനുഭവിച്ച വേദനകൾക്കും നഷ്ടങ്ങൾക്കുമുള്ള സ്വാന്തനമായും മറ്റുള്ളവർക്ക് വെളിച്ചമാകാൻ തീരുമാനിക്കുന്നതിൻ്റെ അടയാളമായുമാണ് ഈ വിളക്ക് അവിടെ തെളിയുന്നത്.
എങ്ങനെയുണ്ട് കഥ? ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടണം. അടുത്ത കഥയുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.